ഗടാഗടിയനായ ഒരു കാരണവർ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് നീ എന്താണ് മൈൻഡ് ചെയ്യാത്തെ? ഓ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എങ്ങോട്ടാ ചാടിത്തുള്ളി? അവളുടെ വീട്ടിലേക്കായിരിക്കും. അച്ഛനറിയാലോ, പിന്നെ എന്തിനാ വെറുതെ പറഞ്ഞ് ടൈം കളയുന്നേ? ആ, ചെല്ലി ചെല്ലി, രണ്ടും കൂടി ചേരും. അമ്പിലാന്റി, അഭി എന്തേ? ഇതാര്? ആദ്യം മോനോ? അവൾ റൂമിലുണ്ടടാ, ഉറങ്ങിയെന്ന് തോന്നുന്നു. അഭി, മാക്രി, എഴുന്നേക്ക്. അഭി, ഒന്ന് എഴുന്നേക്കടി. എന്തുവാടാ വേദാളമേ? എനിക്ക് ഉറക്കത്തില്ലെങ്കിലും കുറച്ച് സമാധാനം എന്താ? എന്തുവാ? നിന്റെ കണ്ണെന്താടാ ഫ്ലൂറസെന്റ് ബൾബ് പോലെ മിന്നുന്നേ? അഭി, എനിക്ക് അപ്പോയിന്റ്മെന്റിന് ലെറ്റർ വന്നു. ആ ശരി. എന്താ അപ്പോയിന്റ്മെന്റ്? ആ, മെയില് വന്നു ഇപ്പോ. അഭി, ജോബ് കൺഫേംഡ് ആയി. അപ്പോ നീ എന്നെ കണ്ടിട്ട് ശരിക്കും പോവാണോ പൊട്ടാ? ഇതാണോ നിന്റെ ഫസ്റ്റ് റിയാക്ഷൻ? കൺഗ്രാറ്റുലേറ്റ് ഒന്നും ചെയ്യുന്നില്ലേ? ഓ, കൺഗ്രാറ്റുലേറ്റ് ബഡി. പിന്നെ ഇത് നീ അങ്കിളിനോടും ആന്റിയോടും പറഞ്ഞോ? നോ വേ. ഞാൻ പറഞ്ഞ അവിടെ ഒരു യുദ്ധം നടക്കും. നിനക്ക് മാത്രമേ ഞാൻ ജോബിന് അപ്ലൈ ചെയ്ത ആരെ അറിയുള്ളൂ. എന്തായാലും വെച്ച് താമസിപ്പിക്കണ്ട. 2 മന്തിനുള്ളിൽ നിനക്ക് പോയില്ലേ പറ്റുള്ളൂ. മോൻ ചെന്ന് നല്ല പായസ പരുവത്തിൽ ഇതങ്ങോട്ട് അവതരിപ്പിക്കും. ചേച്ചി ഉറങ്ങട്ടെ. അഭി, നിനക്കൊന്ന് പറഞ്ഞു നോക്കിയാൽ എന്താ? നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടി? പിന്നെ എനിക്ക് അതാണല്ലോ മണി. ഒന്ന് പോയേടാ. അഭി, എടി, ഒന്ന് പറയടി. എടാ മുതു കാളെ, എഴുന്നേറ്റ് പോടാ. സമ്മതിക്കില്ലേ? അവന്റെ ഒരു UK ഒറ്റ വീക്ക് വെച്ച് തരുന്നേ. അമ്മ, ഇറ്റ്സ് മൈ കരിയർ. മിണ്ടരുത്. നീ മനുഷ്യ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഓ, ഞാൻ പറയേണ്ട താമസമേ ഉള്ളൂ. നിന്റെ കുഞ്ഞാരെ മോൻ ഇപ്പൊ തന്നെ അനുസരിക്കാൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവും. ഇതെന്റെ കുറെ നാളത്തെ ഡ്രീമാണ്. നീ ഇതെന്ത് ഭാവിച്ചാ? വയസ്സ് 27 ഒരു പേരക്കിടാവിനെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. അമ്മ എന്താ പറഞ്ഞു വരുന്നേ? ഇവിടെ വന്ന എത്ര പ്രൊപ്പോസൽസ് ആണ് നീ റിജക്ട് ചെയ്ത് കളഞ്ഞത്? നീ എന്തിനാണ് കല്യാണം കഴിക്കാൻ പേടിക്കുന്നേ? അമ്മ, അമ്മയ്ക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കിപ്പോ എന്റെ കരിയറാണ് മുഖ്യം. നിനക്ക് അതാണെങ്കിൽ ഞങ്ങൾക്ക് നിന്റെ ജീവിതമാണ് മുഖ്യം. കല്യാണം കഴിച്ചു, എന്നിട്ട് പൊക്കോ. എന്താ? നല്ല ഡീലല്ലേ? നീ ഒരു കെട്ട് കെട്ടിയിട്ട് എങ്ങോട്ട് വേണേലും പൊക്കോ. അല്ലാതെ ഇവിടുന്ന് ഒരടി അനങ്ങിയാ എന്റെ തനി സ്വഭാവം നീ കാണും. ഓ, എനിക്ക് മതിയായി. ഓ, ഇനിയല്ല അവളെ പറഞ്ഞ് കേൾപ്പിച്ചില്ലെങ്കിൽ എന്റെ മകന് സമാധാനം ഉണ്ടാവില്ല. അഭി, ഇടി അഭി, ഞാൻ ഇവിടെ മുള്ളിന്റെ മേൽ നിൽക്കുമ്പോ നീ സുഖിച്ചെടുന്ന് ഉറങ്ങുവാണോടി? ഇടി നീക്കടി. ഓ ദേ പിന്നെയും കാലമാണ്. നിനക്ക് ഉറങ്ങണമെന്നൊന്നും ഇല്ലേ ചെക്ക? എന്റെ ഉറക്കമെല്ലാം പോയി അഭി. അമ്മയ്ക്കും അച്ഛനും എന്നെ കെട്ടിക്കണം. വീണ്ടും മാരേജിന്റെ കാര്യമൊക്കെ എടുത്തിടുക. നീ കാര്യം അവതരിപ്പിച്ചോ? ആ, അപ്പോഴാ കെട്ടിട്ട് പൊക്കോളാൻ. അഭി, പറഞ്ഞാൻ എന്താ ചെയ്യണ്ടേ? പാവണ്ട, അവർക്കില്ലേ നിന്റെ വാവേനെ കളിപ്പിക്കാനൊരു ആഗ്രഹം. സാധിച്ചു കൊടുക്കടാ. ഓഹോ, അപ്പൊ നീ എന്താ മൂക്കില് പല്ല് വന്നിട്ട് കെട്ടാതെ നടക്കുന്നേ? നിന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടേ ഈ പറഞ്ഞ വാവേനെ? ഞാനടിച്ച കൗണ്ടർ തിരിച്ചടിക്കാതെ. ആൻഡ് ഇത് പറയാൻ നീ എന്റെ അടുത്തേക്ക് വന്നതിന്റെ ഉദ്ദേശം? എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടാം. ഞാനെന്തുവാടെ വല്ല പാരസെറ്റമോൾ വല്ലതാണോ ആശ്വാസം തരാൻ? സോ, എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മാഡത്തിന്റെ ഹൗസ് ടൂർ? വാട്ട്? അച്ഛനെന്താ അവളെ മാഡം നോക്കി വിളിക്കുന്നേ? വാട്ട് ഈസ് ദിസ് ഹൗസ് ടൂർ? അച്ഛന് കിളി മറന്നുപോയോ? കാരണം ഈ വീട്ടിലെ ഇപ്പോ മാരേജിന്റെ കാര്യം പറഞ്ഞാലും നീ മായും, എന്നിട്ട് ആ വീട്ടിൽ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് ചോദിച്ചതാ. നിന്റെ ഗൂഗിൾ മാപ്പിനെ
അബിയുടെ വീട്ടിലേക്കുള്ള വഴി മാത്രമേ അറിയൂടാ കണ്ണ. നിങ്ങൾ എന്താ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? ഷീസ് മൈ ഫ്രണ്ട്, മൈ ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങൾക്ക് അറിയാത്തതല്ലോ അത്. ആണല്ലോ, എന്നാ നീ അവളെ അങ്ങ് കെട്ട്. വാട്ട്? ആ, പ്രോബ്ലം സോൾവ്. നീ അവളെ ട്രസ്റ്റ് ചെയ്യുന്നില്ലേ? നിന്റെ ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടായാ നീ അവളുടെ അടുത്തേക്കല്ലേ ഓടുന്നേ? അതിന് അവളെ ഇങ്ങോട്ട് കൊണ്ടുപോടാ, അപ്പോ ഓട്ടണ്ടല്ലോ. നിങ്ങൾക്കെല്ലാം പ്രാന്ത. സത്യം പറയടാ, ഈ നാട്ടുകാർ പറഞ്ഞു നടക്കുന്നത് പോലെ നിങ്ങൾ ഓൾറെഡി സീക്രട്ട് ആയിട്ട് മാരേജ് ചെയ്തവരല്ലേ? അമ്മ, ഷീസ് ലൈക്ക് Like? ഫാമിലി. ആ, അത്രേ ഉള്ളൂ. ഫാമിലി എന്ന് പറഞ്ഞാ മാരേജും അതിൽ പെടും. ഓ, ഞാൻ കിടക്കാൻ പോവാം. അല്ലെങ്കിൽ നിങ്ങൾ എന്റെ വെഡിങ് ഡേറ്റ് വരെ തീരുമാനിക്കും. നാളെ ഞാൻ അമ്പയോട് ചോദിക്കുന്നുണ്ട്, അബിക്ക് ഏത് കളർ സാരിയാ കല്യാണത്തിന് വേണ്ടേന്ന്. എന്നാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. വാ പോകാം. നീ എന്തുവാടാ ആരെയും കൊന്നിട്ട് വന്ന് നിൽക്കുന്ന പോലെ? നോക്ക്. നോർമൽ. അതാണ് പ്രോബ്ലം. നീ എന്റെ അടുത്ത് എപ്പോഴും അബ്നോർമൽ അല്ലേ? ഓക്കെ, ലെറ്റ്സ് ടോക്ക്. എന്താ പ്രശ്നം? എനിക്കൊന്നും സംസാരിക്കാനില്ല. ഓക്കെ, പിന്നെ എന്തിനാണ് ഇന്ന് രാവിലെ ലക്ഷ്മി ആന്റി എന്നോട് ഫിൽറ്റർ കോഫിയാണോ സാധാരണ കോഫിയാണോ ഇഷ്ടമെന്ന് ചോദിച്ചത്? അമ്മ എന്ത് ചോദിച്ചത്? ഏയ് റിലാക്സ്. ഞാൻ പറഞ്ഞു ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും ഞാൻ കുടിക്കുന്നു. ആദി, വീട്ടിൽ എന്തെങ്കിലും ടോക്ക് ഉണ്ടായോ? ഏയ്, അവൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. ഞാനിവിടെ എപ്പോഴും വരുന്നതും പറഞ്ഞു. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അത് നന്നായി. ആരെങ്കിലും വല്ല പൊട്ട ഐഡിയയും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജീവനോടെ കുഴിച്ചു കൊടുഞ്ഞ എന്നിട്ടൊരു കൊതുതിരി കത്തിച്ചു വെക്കും. പോവാ. നിന്റെ മനീഷക്ക് ഒരാളെ വരുന്നു. ഓ, അലവലാതി. ഇവൾക്കാരാണോ മനീഷ കോരാളെന്ന് പേരിട്ടത്? ആരായാലും കണ്ണുപൊട്ടം തന്നെ. ഹേയ് ബേബി. ബേബി ചേട്ടാ, ദേ കോയാള ചേച്ചി ചേട്ടനെ അന്വേഷിക്കുന്നു. റിയലി? എന്താ കോയാളി? വാ പറയൂ. പറയൂന്നേ. ആദി പ്ലീസ് സേവ് മീ. ആക്ച്വലി ഇവളെ നിനക്ക് നന്നായിട്ട് ചേരുണ്ടാ. നീ വീട്ടിൽ പറ. ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് പിടിക്കുന്നില്ലല്ലേ? നീ എന്തുവാണ് ഇത്? പതുക്കെ നോക്ക്, ആ ഫോൺ പൊട്ടിപ്പോവും. ഞാനേ ഒരു ദിവസം എത്രയെത്ര പ്രോബ്ലംസാ ഡീൽ ചെയ്യേണ്ടി വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമായിരുന്നു. ഗൈസ്, ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ്. ആദി ഈസ് ഗെറ്റിംഗ് മാരീഡ്. What? To whom? When? എന്നിട്ട് എന്തുകൊണ്ട് ഇവൻ എന്നെ കല്യാണത്തിന് വിളിച്ചില്ല ഇതുവരെ? വെറുതെ ഫേക്ക് ന്യൂസ് അടിച്ചിറക്കാതെ. ഫേക്ക്? നിന്റെ പാരന്റ്സ് അയൽപ്പക്കം മുഴുവൻ പറഞ്ഞു പരത്തിയിട്ടുണ്ട് പുന്നാര മോനെ കല്യാണമായിരുന്നു. So, best friend losing best friend? Oh please, ഞാൻ ഇവനെ ഫ്രീ ആയിട്ട് കൊടുക്കും. സന്തോഷം. നിനക്ക് വേണോ? എടുത്തോ. എന്നെ എടുത്തിരുത്തി നിനക്ക് ഇതെങ്ങനെ പറയാൻ തോന്നിയടി മാക്രി? പിന്നെ എന്തിനാ നീ പ്രൊപ്പോസൽ എല്ലാം റിജക്ട് ചെയ്യുന്നേ? ഇവൻ എല്ലാരെയും റിജക്ട് ചെയ്യും, അബി ഒഴികെ. സംശയിക്കേണ്ടിയിരിക്കുന്നു. Don't look at me. ഞാൻ ഇവനെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിട്ടൊന്നും ഇല്ല. ആദ്യം എപ്പോഴെങ്കിലും മാരേജ് ചെയ്യുവാണെങ്കിൽ ഇവന്റെ വൈഫിനെ നല്ല ക്ഷമ വേണ്ടി വരും. അബിക്ക് പറ്റും അല്ലേ അബി? What? So, എന്താ നിന്റെ പ്ലാൻ? ഇതെന്റെ ഡ്രീം ജോബാ. അതിനുവേണ്ടി ഞാൻ എന്ത് നാറിയ കളി വേണമെങ്കിലും കളിക്കും. എന്താണ്? അപ്പോ ചേച്ചിയുടെ ഇത്ര നാളത്തെ ട്രെയിനിങ് ഒന്നും വെറുതെ ആയില്ല. പോയി വിജയശ്രീ അളിതനായി വരും മകനെ. നീ എന്താടാ ഒരുമാതിരി നോട്ടം നോക്കുന്നേ? അമ്മ എന്തെടുക്കുവാ? കറി വെക്കുവാണോ? ഇല്ലടാ മോനെ, കപ്പൽ ഓടിക്കുവാ. കണ്ടുടേടാ നിനക്ക് ഞാൻ കറി വെക്കുന്നേ. ഈ ചട്ടി പുതിയതാണോ? നീ ചട്ടിയുടെ സെൻസസ് എടുക്കാൻ വന്നതാണോ? 2 മാസം കഴിയുമ്പോഴാ എനിക്ക് പോവണ്ടേ. നീ എങ്ങോട്ടും പോകുന്നില്ല.
അമ്മ അമ്മ കൂടെ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ വേറെ ആര് മനസ്സിലാക്കാനാ? പോടാ, നല്ല പ്രായത്തിൽ കെട്ടിയിരുന്നേ 3-4 കുട്ടികൾ ഈ മുറ്റത്ത് ഓടിച്ചാടി നടന്നേനെ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്, പൊക്കോണം. അവസാന വാക്കാണോ? ആ അതെ, എന്താ? എന്നാ എനിക്ക് സമ്മതമാ. എന്താ? എനിക്ക് കല്യാണം കഴിക്കാൻ സമ്മതമാന്നു. അയ്യോ, ദേ നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നേ. നിങ്ങളുടെ മോൻ പറഞ്ഞത് കേട്ടോ? എന്തുവാടി, എന്താ? ദേ ഇവന് കല്യാണത്തിന് സമ്മതം വന്നു. ആണോ മോനെ? ഓ, ഇപ്പോഴെങ്കിലും എന്റെ മോന് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഇപ്പൊ തന്നെ ആ ബ്രോക്കറെ വിളിച്ച് കാര്യം പറയണം. പെൺപിള്ളേരെ നിന്റെ മുന്നിൽ ഇങ്ങനെ നിർത്തി തരും ഈ അച്ഛൻ. മോൻ ഇഷ്ടപ്പെട്ട ഒന്നിനെ തന്നെ തെരഞ്ഞെടുത്തു. എനിക്കൊന്നും വേണ്ട. ഇവൻ എന്താടി പ്രാന്തായോ? അങ്ങനെ വല്ലയിടത്തും കിടക്കുന്ന പെണ്ണിനെ ഒന്നും എനിക്ക് കിട്ടാൻ പറ്റില്ല. ആർക്കറിയാം, കിട്ടിക്കഴിയുമ്പോ ഇവളുടെയൊക്കെ സ്വഭാവം മാറില്ലെന്ന്. പിന്നെ നീ സമ്മതമെന്ന് പറഞ്ഞത് എന്തിനാ? ആ സമ്മതമാ. നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ അതിന്. ഇന്നലെ നമ്മൾ എന്ത് പറഞ്ഞടി? എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ലല്ലോ. ആ ബെസ്റ്റ്. ഉപ്പെടുത്ത് പഞ്ചാരക്ക് പകരം ചായയിലിടുന്ന ഞാൻ പിന്നെ ഓർത്തിരിക്കാം. ഒന്ന് പോ മനുഷ്യ. എടാ ആദി, നീ തെളിച്ചു പറ. എനിക്ക് സമ്മതമാ അഭിയെ. എന്താ? എന്താ? നിങ്ങൾ തന്നെയല്ലേ ഇന്നലെ പറഞ്ഞേ? എന്നിട്ട് ഞെട്ടുന്നത് എന്തിനാ? എടാ അത് ഞങ്ങളൊരു തമാശക്ക് പറഞ്ഞതാ. തമാശക്കോ? ആ, അവളെ പിടിച്ച് കെട്ടിക്കാൻ നോക്കിയാ നീ വേറെ പ്രൊപ്പോസലിന് സമ്മതിക്കുമെന്ന് ഓർത്തു. എന്നാ ഞാനൊരു കാര്യം പറയാം. അഭിയാണെങ്കിൽ ഓക്കെ, അല്ലാതെ വേറെ പെണ്ണിനെ കൊണ്ടൊന്നും എന്റെ അടുത്തേക്ക് വരണ്ട. നമ്മൾ എന്ത് ചെയ്യും ലക്ഷ്മി? എന്ത് ചെയ്യാൻ? എന്റെ മകൻ ആദ്യമായിട്ട് സമ്മതം മൂടിയതാ. നാളെ പോണം, പെണ്ണ് ചോദിക്കണം. നാളെ സൺഡേ, ഇവർക്ക് ഓഫീസും ഇല്ല, സൗകര്യമായി. അവൻ നല്ല മോള, എത്ര നാളായിട്ട് നമ്മൾ കാണുന്നതാ. എന്നാലും ഇവന്റെ മനസ്സിൽ ഇങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നെന്ന് നമ്മളോലും അറിഞ്ഞില്ലല്ലോടി. ആ എന്തൊക്കെയുണ്ട്? ഞങ്ങളൊരു ആലോചനയായിട്ടാട്ടോ ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. ദേ ഈ ഇരിക്കുന്ന എന്റെ ആദിക്ക് വേണ്ടി ഇവിടത്തെ അഭിയെ ആലോചിക്കാം. എന്താ, നിങ്ങൾ ആലോചിച്ചിട്ട് തന്നെയാണോ? അതെ, എന്റെ മകന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുള്ള കാര്യം ഇപ്പോഴാ ഞങ്ങൾ അറിയുന്നേ. മോനെ, നിങ്ങൾ തമ്മിൽ? നോ ആന്റി, ഞങ്ങള് തമ്മിൽ ഒന്നുമില്ല. ഭ്രാന്താ, നീ തോന്നുമ്പോ വാക്ക് മാറ്റി പറഞ്ഞ് കളിക്കുവാണോ? എടി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ഇവൻ ഉറക്കപ്പിച്ചിന് എന്തെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ട് ചാടി തുള്ളി വരണ്ടെന്ന്. സോറി, ഞങ്ങൾ ഇറങ്ങുവാ കേട്ടോ. അച്ഛാ അവിടെ ഞാൻ പറഞ്ഞു തരട്ടെ. ആന്റി, അങ്കിൾ, ഞങ്ങളിപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ്. ആ ബെസ്റ്റ്, വാ പോവാ. വെറുതെ പട്ടുസാരിയൊക്കെ എടുത്തൊടുത്തു. ബട്ട് മാരേജിന്റെ കാര്യം വന്നപ്പോ എന്തുകൊണ്ട് എന്നെ ചെറുപ്പം മുതൽ അറിയുന്ന അഭി ആയിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ റിലേഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഒരു അറേഞ്ച്ഡ് മാരേജ് കൺസെപ്റ്റ്. ഓ എന്റെ മോനെ, അവളുടെ സ്വഭാവം ഞങ്ങളെക്കാൾ കൂടുതൽ നിനക്ക് അറിയാവുന്നതല്ലേ. നിന്നെപ്പോലെ തന്നെ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നവളാ അഭിയും. ഞങ്ങൾക്കും ഒത്തിരി ആഗ്രഹമുണ്ട് അവളുടെ കല്യാണം ഒന്ന് നടന്നു കാണാൻ. അതെ ആദിമോനെ, ഇതിപ്പോ ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കുടുംബത്തിലേക്കാവുമ്പോ സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. നിങ്ങൾ തന്നെ എങ്ങനാന്ന് വെച്ചാ ഈ കാര്യം അവതരിപ്പിക്കും. അല്ല, അഭി ഇല്ലേ ഇവിടെ? അവൾ ഒരു ഫ്രണ്ടിന്റെ വീട് വരെ പോയേക്കുവാ. നിങ്ങൾ എനിക്ക് അവൾ ഇപ്പൊ എത്തും. ഇതെന്താ ഒരു ആൾക്കൂട്ടം? ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ പരിപാടി? ആ, ഒരു ചെറിയ പരിപാടി ഉണ്ടെന്ന് വെച്ചോ. ഞങ്ങളെ ആദ്യത്തെ ഒരു പ്രൊപ്പോസലിന്റെ കാര്യം പറയാൻ വന്നതാ. പ്രൊപ്പോസലോ? ഇവ സമ്മതിച്ചോ? സമ്മതിച്ചോടാ? അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു, കാണുന്ന ബിൽഡപ്പ് ഒക്കെ ഉള്ളൂ, ഇവൻ വെറും ഭയങ്കരയാണെന്ന്. അല്ല, ആരാണ് ഹതഭാഗ്യം? ആ ഹതഭാഗ്യല്ലേ ഇവിടെ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നേ, മോള് തന്നെ. എന്താ? വാ തോരാതെ പറയുമായിരുന്നു നിന്റെ കാര്യം. നിന്നെ അല്ലെങ്കിൽ വേറൊരു പെണ്ണിനെ ഇവൻ കേട്ടില്ലെന്ന്. ശോ, എന്ത് പറയാനാ?
ആദി ഒന്ന് വന്നേ. ഞാനോ? അല്ല, ഇവിടെ വേറെ ആദ്യമൊന്നും ഇല്ലല്ലോ. വാ. What the hell? എന്തൊക്കെയാണ് ഇത്? ഞാനൊന്ന് പറയട്ടെ. മിണ്ടരുത്. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഈ കല്യാണാലോചന എന്റെ മുന്നിൽ വരാൻ തോന്നി? ഇവൻ ഇരിപ്പ് കണ്ടില്ലേ? എന്തെങ്കിലും ഒന്ന് പറയണം. അബി, ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാ. എന്തായാലും നമുക്ക് കല്യാണം കഴിക്കണം. അപ്പൊ പിന്നെ അത് നമ്മൾ തമ്മിലായാലും എന്താ കുഴപ്പം? ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ നിന്റെ അടുത്ത് കംഫോർട്ട് ആവുന്ന പോലെ വേറൊരാളുടെ അടുത്തും കംഫോർട്ട് ആയിട്ടില്ല. So what? നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? നമ്മൾ തമ്മിൽ ഒരു ഫീലിങ്സ് പോലും ഇല്ല. ഓ പിന്നെ അതിലിപ്പോ എന്താ? എല്ലാ അറേഞ്ച്ഡ് മാരേജിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഫീലിങ്സ് ഒക്കെ പതുക്കെ വന്നോളൂ. നിനക്ക് യുകെക്ക് പോവാൻ എന്റെ ജീവിതമേ കിട്ടിയുള്ളൂടാ തുലക്കാൻ. നോ, ഐ ആം എ ക്രോണിക് ബാച്ചിലറി. അത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. അബി, എനിക്ക് വേണ്ടി നീ എന്റെ ക്രോണിക് വൈഫ് ആവില്ലേടി? എനിക്ക് പോടാ. നിന്നെ എന്റെ കെട്ടിയവന്റെ പ്ലേസിൽ കാണുന്ന കാര്യം ഓർക്കുന്നു. എനിക്ക് എന്താണ് ഒരു കുഴപ്പം? ഞാൻ സമ്മതിക്കില്ല. അബി പ്ലീസ്, എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നോ, എത്ര വട്ടം പറഞ്ഞാലും ഞാൻ ഓക്കെ അല്ല, ഓക്കെ അല്ല, ഓക്കെ അല്ല. വാ, എഴുന്നേക്ക്. അവിടെ ചെന്ന് പറ സമ്മതമില്ലെന്ന്. ആ, എന്തായി തീരുമാനം? എനിക്ക് സമ്മതമാണ്. ഇവൾക്കും എനിക്ക് സമ്മതമാണ്. ആർക്കാണ് സമ്മതം? എനിക്ക് സമ്മതമല്ല. എന്തായാലും ഞങ്ങൾക്കും ആദിയുടെ അച്ഛനും അമ്മയ്ക്കും ആദിക്ക് സമ്മതമാണ്. ഇവളെ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഞാൻ ആദിക്ക് വിടുക. നീ എന്താന്ന് വെച്ചാ ചെയ്തു. ഓ, എനിക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ടെൽ മീ ദി ട്രൂത്ത് ആദി. നീ അബ്രോഡ് പോകാനുള്ള പോളിയായിട്ടല്ലേ ഈ മാരേജ് ആക്സെപ്റ്റ് ചെയ്തേ? അല്ലാതെ എനിക്ക് ശരിക്കും വേണ്ടിയിട്ടല്ലല്ലോ. നിന്റെ ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടല്ലേ നീ ഇത് മുന്നോട്ട് വെച്ച്? ഇത്രയും നാൾ എനിക്ക് വന്ന ഓരോ പ്രൊപ്പോസൽസും ഞാൻ റിജക്ട് ചെയ്തത് എന്തുകൊണ്ടാന്ന് നിനക്കറിയോ? കാരണം അവരോടൊപ്പമുള്ള ഫ്യൂച്ചർ ആലോചിക്കുമ്പോൾ എന്റെ മൈൻഡ് വെറും ബ്ലാങ്ക്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് വിത്ത് യു, നിന്റെ കൂടെയുള്ള ഫ്യൂച്ചർ എനിക്ക് ഇമാജിൻ പോലും ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ബിക്കോസ് യു ആർ ഓൾറെഡി ദർ. നീ എന്റെ എല്ലാ വശങ്ങളും കണ്ടിട്ടുണ്ട്. എന്റെ തോൽവി, ജയം, എന്റെ ദേഷ്യം, എന്റെ വീക്ക്നെസ്, എന്റെ പേടി. ലോകത്ത് വേറൊരു പെണ്ണും ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ നിന്നെ ചൂസ് ചെയ്തേ. ഞാൻ നിന്നെ ചൂസ് ചെയ്തത് നിന്റെ കൂടെ ആവുമ്പോ എനിക്ക് ഞാനായി തന്നെ നിൽക്കാൻ കഴിയുമെന്ന് ഓർത്തിട്ടാണ്. എനിക്കൊന്നും അറിയില്ല. ഈ ബന്ധം നമ്മളെ നശിപ്പിച്ചാലോ? ഇത്രയും നാൾ നമുക്കിടയിൽ ഉണ്ടായ ആ ഒരു പ്രഷ്യസ് ആയ ഫ്രണ്ട്ഷിപ്പിനെ ഈ ബന്ധം തകർത്താലോ? ഓ, എനിക്ക് ചിന്തിക്കാനേ വയ്യ. എന്ത് വന്നാലും നമ്മൾക്ക് ഒരുമിച്ച് നേരിടാം. അതിനു മുന്നേ ഓവർ തിങ്ക് ചെയ്യുന്നത് എന്തിനാ? എനിക്ക് പേടിയാവുന്നു. എനിക്കും ഉണ്ട് പേടി. ഇത് വർക്കൗട്ട് ആയില്ലെങ്കിൽ എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് നഷ്ടാവും. നീ മറിച്ചൊന്ന് ചിന്തിച്ചേ. ഇത് സക്സസ് ആവുകയാണെ നിന്റെ എല്ലാം അറിയുന്ന ഒരു പാർട്ട്ണറെയാണ് നീ നേടാൻ പോകുന്നത്. ഓ, ഈ മാരേജ് കഴിഞ്ഞ ചിലപ്പോ ഞങ്ങൾ പണ്ടത്തെ പോലെ ചിരിച്ചില്ലെങ്കിലോ? ചിലപ്പോ അവനെ ബോറടിച്ചാലോ? ചിലപ്പോ ഞാൻ കൂർക്കം വലിച്ചാലോ? ഇതെല്ലാം ഓൾറെഡി എനിക്കറിയാം. ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. നീ എന്തിനാ എന്റെ റൂമിലേക്ക് നോക്കി നിൽക്കുന്നേ? ഓ, ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ നോക്കുന്നേ. നീ കാര്യത്തിലേക്കോ? സമ്മതമാണോ? എനിക്ക് സമയം വേണം. ടേക്ക് യുവർ ടൈം ബേബി. ഓയ്, ആദീസ് വൈഫ് ഈസ് ഹിയർ. ഞാൻ ഇപ്പോൾ ലീഗലി സിംഗിൾ തന്നെയാണ്. ഓ, അതൊക്കെ പൊളിയാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ലല്ലോ. ശ്രുതി, നിനക്ക് ഓർമ്മയുണ്ടോ ഇവൾ പണ്ട് പറഞ്ഞിരുന്നത് അടുത്തുള്ള ഒരാളെയും കല്യാണം കഴിക്കില്ലെന്ന്? എന്നിട്ടിപ്പോ അത്ര അടുത്തുള്ള ആദ്യം തന്നെ. നീയൊക്കെ എന്നെ കളിയാക്കാനായിട്ട് വന്നതാണോ? നീ എന്താ കേട്ടോണ്ടിരിക്കണേ? നിനക്കൊന്നും പറയാനില്ലേ?
ഞാൻ ഇതിലിപ്പോ എന്തോ പറയാനാ, പറഞ്ഞതല്ല സത്യമല്ലേ. എങ്കിലും കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്നതല്ലേ രണ്ടും. നോക്കടാ, ഇതെന്തും മറിമായം. ഞങ്ങൾക്ക് എന്തായാലും നല്ല സന്തോഷമാ കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ നിങ്ങൾ ലൈഫിൽ കൂടി ഒന്നിക്കുമല്ലേ, അടിപൊളിയായിരിക്കും. പിന്നെ അടിപൊളി തേങ്ങാക്കൊല്ല. ഓ മൈ ഹാർട്ട്. നീ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ ആദി. ഓ, ബെസ്റ്റ് ഫ്രണ്ട് വൈബായ രണ്ടിനെയും ഇനി റൊമാൻറ്റിക് ലൈഫിൽ കാണേണ്ടി വരുമല്ലോ നമുക്ക്. റൊമാൻറ്റിക് ആവാനായിട്ട് ഇങ്ങനെ വന്നാ മതി. വരണോ വരണോ നീ? അത് പിന്നെ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അയ്യേ, ഈ മോനെ റൊമാൻറ്റിക് വരുന്ന ആലോചിക്കുമ്പോ തന്നെ എനിക്ക് ചിന്തിക്കാനും വയ്യ. അതെന്താടി അബി, എന്റെ റൊമാൻറ്റിക്കിന് എന്താടി ഒരു കുഴപ്പം? ഞാൻ ഇപ്പോഴും ഇതിന് സമ്മതിച്ചിട്ടില്ല. സോ ഓവർ കോൺഫിഡൻസ് വേണ്ട. ആശ, നീ ഒന്ന് സംസാരിക്കാം അവളോട്. അവൾ വല്ലാത്ത കൺഫ്യൂഷനിലാ. ഇനി പറ, എന്താ നിന്റെ മനസ്സിൽ? നീ കൺഫ്യൂസ്ഡ് ആണോ? നിനക്ക് അവനെ ഒരു പാർട്ട്ണറായിട്ട് കാണാൻ പറ്റില്ലെന്നോർത്ത്? അല്ലെങ്കിൽ ഇപ്പോ നിങ്ങളുടെ ഇടയിലുള്ള ഈ ബോണ്ട് മാരേജിന് ശേഷം നഷ്ടമാകുമോ എന്നോർത്തിട്ടാണോ? ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ സങ്കടത്തിലും നിന്റെ ദേഷ്യത്തിലും നിന്റെ സൈലൻസിലും നീ അവനെയല്ലേ ട്രസ്റ്റ് ചെയ്തിട്ടുള്ളേ. നിനക്ക് പേടിയാ ഈ മാരേജ് നിങ്ങളെ ചേഞ്ച് ആക്കുമോ എന്നോർത്തു അല്ലേ? ഇത് സക്സസ് ആയില്ലേ? I lost my safest place, you know. അബി, അവൻ നിന്നെ ഫോഴ്സ് ചെയ്യുന്നില്ല. നിന്റെ റിപ്ലൈക്ക് വേണ്ടി പേഷ്യൻസോടെ വെയിറ്റ് ചെയ്തിരിക്കുക. അവനും കൺഫ്യൂസ്ഡ് ആണ്, അത് അവന്റെ ഫേസിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. ബട്ട് ധൈര്യത്തോടെ അവൻ അവന്റെ ഡിസിഷൻ പറയുന്നില്ലേ? നിനക്കറിയില്ലേ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ബോയ്സിനെയൊക്കെ കിട്ടാൻ എത്ര പ്രയാസാണെന്ന്? അബി, അവന് നീ ഒരു ഓപ്ഷൻ അല്ല, അവന്റെ ക്ലാരിറ്റി ആണെന്നാ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. പിന്നെ ഫാമിലിയെ തൃപ്തിപ്പെടുത്താനായിട്ട് യെസ് പറയണ്ട. നിന്റെ മനസ്സെന്ത് പറയുന്നു അത് ചെയ്. ഓക്കെ? അവൾ സീരിയസ് ആയിട്ട് എന്നോട് സംസാരിക്കുമായിരുന്നു. ഐ തിങ്ക് ഐ ആം ഓക്കെ വിത്ത് ദിസ്. നീ ഫുഡ് കഴിച്ചായിരുന്നോ? നീ എന്താ എന്റെ അമ്മയെ പോലെ സംസാരിക്കുന്നേ? ഞാൻ എന്ത് ചെയ്തടാ നിന്നെ? ഇങ്ങനൊന്നും മാറല്ലേടാ. ഇങ്ങോട്ട് വന്നേ. എന്താ? ഞാൻ കൂർക്കം വലിക്കും. ഞാൻ ബർത്ത്ഡേസ് മറക്കും. ഞാൻ നേരിട്ട് ചട്ടിയിൽ ചോറിട്ട് അതിന് വാരി തിന്നും. ഓ, ഇതൊന്നും എനിക്ക് അറിയില്ലല്ലോ. നിനക്ക് കുഴപ്പമില്ല? എന്റെ അസുഖം നിനക്ക് പാർന്നോടാ വേദാണമേ. ഓക്കെ ആവായിരിക്കും അല്ലേ? ഓക്കെ ആയില്ലേ നിന്നെ ഞാനായിരിക്കും ആദ്യം തല്ലിക്കൊല്ലുന്നേ. സോ ദിസ് ഈസ് ഹാപ്പനിങ്. എന്തുവാടാ ഒരുമാതിരി അവിഹിതത്തിന് പോയിട്ട് രാത്രി അവിടെ നിന്ന് നാട്ടുകാരെ പൊക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിരിക്കുന്നേ? അത് പിന്നെ ഈ ടെൻഷൻ. അയ്യോ, എനിക്ക് ഇറങ്ങി ഓടാൻ തോന്നുന്നു. നീ ഇവിടെ നോടിയാ ഞങ്ങള് ആ കാലി പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് അവളുടെ മടിയിലിട്ട് കൊടുക്കും. എടാ, ബ്യൂട്ടീഷ്യൻ വന്നില്ലേ? എടോ, എന്നെ നല്ല വെട്ടിത്തിളങ്ങുന്ന മുഖമായി മാറ്റണം. നീ ഒരു അലൂമിനിയം പാത്രം തലയിൽ വെച്ചാ മതി, വെട്ടിത്തിളങ്ങിക്കോളും. ഒച്ചാടി ഡോ തുടങ്ങിക്കോ. ഡോ, ഇതെന്താ ഈ കാണിക്കുന്നേ? കെയർഫുൾ. എനിക്ക് ഈ ഫേസ് ഇതുപോലെ തന്നെ വേണ്ടതാ. എടാ, നിന്റെ ആളിന്റെ പോലെ കണ്ടിട്ടുള്ളതല്ലേ അബി? അവന്റെ ഓരോ പ്രഹസനങ്ങൾ. ഇവൾക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ? പേടിയുണ്ടോ? ഇല്ല. നിനക്കുണ്ടോ? എനിക്കോ? നെവർ.
ഫസ്റ്റ് ഡേ ആണ്. ആളെ അറിയാന്ന് വെച്ച് ആക്രാന്തം കാണിക്കരുത്. അയ്യേ, നീയൊക്കെ എന്നെ അങ്ങനെയാണോ കരുതി വെച്ചിരിക്കുന്നേ? പറഞ്ഞതേ ഉള്ളൂ. കുറെ നാളുകൂടി ഒരു പെണ്ണിനെ കൈ കിട്ടുന്നല്ലേ. എടാ, എനിക്ക് ടെൻഷനായിട്ട് വയ്യ. ഷോ, ടെൻഷൻ ഒന്നും വേണ്ട. അതൊക്കെ അതിന്റെ ഫ്ലോയിൽ അങ്ങ് നടന്നോളൂ. പിന്നെ മാക്രി കൂക്രി എന്നുള്ള വിളിയൊക്കെ നിർത്തിക്കൊള്ളണം. ബേബി, ഹണി എന്നൊക്കെ വിളിച്ചാ മതി. എന്നാ ഞാൻ പോയിട്ട് വരാം. ബെസ്റ്റ് വിഷസ് അളിയാ. ഹലോ ഹലോ, എടാ കേൾക്കാമോ? കേക്കാം. എടാ സുധി, അവൾ ഒരു മൂടില്ലാതെയാടാ ഇരിക്കുന്നേ. എന്തുവാ? ഹലോ, റേഞ്ചും ഇല്ലല്ലോ. എടാ കേൾക്കാമോ? എടാ മൂടില്ലെന്ന്. മൂടോ? മൂടില്ലേ? അത് ശരിയാക്കാം നമുക്ക്. എന്താ അല്ലേ, അടുത്ത വീട്ടിൽ ഉറങ്ങിയിരുന്നവർ ഒരു റൂമിൽ ഉറങ്ങുന്നു. വീഡിയോയുടെ വിളയാട്ടം. നിങ്ങൾ എന്താണ് ഒരു പരിചയമില്ലാത്ത ആളുകളെ പോലെ ഇരിക്കുന്നേ? നിങ്ങൾ ചെറുപ്പം മുതലേ സ്നാക്സും സീക്രട്സും ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളവരല്ലേ? ആദി, നീ എന്താ നാണിച്ചിരിക്കുന്നേ? ഇവളുടെ റൂമിൽ തേരാപ്പാര കയറി ഇറങ്ങിയവനല്ലേ നീ? അച്ഛാ, അത് മാരേജിന് മുന്നേ അല്ലേ? ചേട്ടാ, ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ഓർത്തിട്ട് പേടിയുണ്ടോ? റിലാക്സ്, നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? നിങ്ങൾക്കിടയിൽ ഒരു മാരേജ് വന്നു, അത്രയല്ലേ ഉള്ളൂ. ചേട്ടാ, ചേച്ചിയെ ജീവനോടെ കാണാൻ പറ്റുമോ നാളെ? ആദി, ദാ നീ പറഞ്ഞ സാധനം. നിനക്ക് മൂഡ് മതിയെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പുതിയ വേറെ കുറെ ഐറ്റംസ് കൂടി വാങ്ങിയിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമായിട്ട് ട്രൈ ചെയ്. ഇതൊക്കെ ഫസ്റ്റ് നൈറ്റിന് തൊട്ട് മുന്നേ ആണോ ആലോചിക്കണ്ടേ? നേരത്തെ തന്നെ വാങ്ങി വെക്കണ്ടേ? എന്റെ മോൻ ഇത്രയും പ്രിപ്പയർഡ് ആണെന്ന് അച്ഛൻ അറിഞ്ഞില്ല. നിനക്ക് തരാട്ടോ, നാളെ ആവട്ടെ. ആദി, ഒന്ന് വരൂ. ഓ, എന്റെ മരണമണി മുഴങ്ങി. യെസ് ബേബി. എന്തുവാടാ അത്? അപ്പൊ നീ ഇത്ര വൃത്തിയിട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അബി, അവൻ പ്രാന്ത. അവനായിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എന്നെ തൊടാനെങ്ങനെ വന്ന? തൊടാൻ പാടില്ലേ? പിന്നെ എന്തോന്ന് ഫസ്റ്റ് നൈറ്റ്? നീ എന്താ ഈ വേഷത്തിൽ? എന്താ ഇതിനൊരു കുഴപ്പം? കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഈ കളസം. വേദാളമേ, എന്നെ നീ ഈ കളസത്തിൽ എത്ര വട്ടം കണ്ടിരിക്കുന്നു? ഇപ്പൊ എന്താ പ്രത്യേകത? അതപ്പോ അതുപോലാണോ ഇപ്പോ? ഇപ്പൊ നീ എന്റെ വൈഫല്ലേ? ഓ, എന്റെ ദൈവമേ, കൺട്രോൾ തന്ന മതിയായിരുന്നു. വെള്ളം വേണോ? ഞാൻ കുറെ വെള്ളം കുടിച്ചതാ. എന്നാലേ എനിക്ക് ഇനിയും കുടിക്കണം. ഈ ബെഡ് ഭയങ്കര ചെറുതാണല്ലോ. ഇന്ന് രാവിലെ കാണുന്നവരെ ഇത് വലുതായിരുന്നല്ലോ. അത് നീ ഒറ്റക്കായപ്പോ. ഇപ്പൊ ഞാനും കൂടെ ഇല്ലേ? എന്നെ ഒരുമാതിരി നോക്കരുത്. എങ്ങനെ നോക്കരുതെന്ന്? നീ കുറച്ചു മുന്നേ നോക്കിയ പോലെ. എനിക്ക് നോക്കാനുള്ള അവകാശം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ നോക്കി. എന്തായാലും ഇപ്പൊ നമ്മൾ ഒഫീഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഞാൻ എന്തായാലും നിന്റെ കൈ പിടിച്ചേ പറ്റൂ. എന്താ? അയ്യോ, എന്ത് പറ്റി?
അരെ വാഴേ, നീ അവളെ വല്ലതും ചെയ്തോ? ഞാൻ ഞാൻ വെറുതെ കയ്യിലൊന്ന് തൊട്ടതാ, അതിനാ അവള് വിളിച്ചു പോയത്. ഞാൻ പേടിച്ചു പോയി. ഇവളെല്ലാത്തിനും നിലവിളിക്കുക. ഞാൻ ഇവളെ ചെറുതായിട്ടൊന്ന് തൊട്ടതേ ഉള്ളൂ. ചെറുതായിട്ടോ? മോനെ, ഇത് നിന്റെ ക്ലാസ്മേറ്റ് ആണ്. വലുതായിട്ട് തൊടുമോനെ. അമ്മേ, മോളെ, ഇതൊക്കെ മാരേജിന്റെ ഭാഗമാ. നിങ്ങൾ ഇന്നലെ വരെ ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം, പക്ഷെ അതിനോടൊപ്പം ഇന്ന് വേറൊരു ടാഗ് ലൈൻ കൂടി കൂട്ടിച്ചേർന്നിരിക്കുക. മോൾ പേടിയൊക്കെ മാറ്റി വെക്ക്. ഈ മാരേജ് സക്സസ് ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള അഡ്ജസ്റ്റ്മെന്റ് അത്യാവശ്യമാണ്. പിന്നെ ഇനി വിളിച്ചു പോവരുത്. അയൽപ്പക്കത്തൊക്കെ ആളുകൾ ഉള്ളതാ. നിങ്ങൾക്ക് തന്നെയാ അതിന്റെ നാണക്കേട്. നാണിച്ച് തോലി ഉരിഞ്ഞു പോയി. നീ അല്ലേ കാരണം? എനിക്ക് തൊടാൻ വന്നിട്ടല്ലേ? പിന്നെ തൊടാതെ ഞാൻ ചില്ലുകൂട്ടിലിട്ട് വെക്കാനാണോ നിന്നെ കെട്ടിയേ? നീ കെട്ടുന്നതിന് മുന്നേ എന്തുകൊണ്ട് ഇതൊന്നും പറഞ്ഞില്ല? ഇതൊക്കെ പറയണോ? നടക്കുമെന്ന് അറിയാവുന്നതല്ലേ. അയ്യേ, എനിക്കൊന്നും വയ്യ. അത് നിന്റെ കൂടെ. എനിക്ക് എന്താടി ഒരു കുഴപ്പം? എല്ലാം കഴിയുമ്പോ നീ ഇത് തന്നെ പറയണം. ഓക്കെ, മേ ബി നമുക്കൊന്ന് അടുത്തിരിക്കാം ആദ്യം. അടുത്തിരിക്കാനോ? ഞാനില്ല, എനിക്ക് പേടിയാ. പേടിയോ? എടിയാ അബി, ഞാൻ നിന്റെ കെട്ടിയോനാ, മനസ്സിലായോ? ഇവിടെ വെറുതെ ഇരി. ഓടി ഒളിക്കൽ ഒന്നിനൊരു പരിഹാരമല്ല. നേരിടണം, നെഞ്ചു വിരിച്ച്. ഞാൻ പതിയെ പതിയെ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് നിന്റെ മുഖം കണ്ടിട്ട് പേടിയാവുന്നു. നോക്ക്, എനിക്കറിയാം ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. ബട്ട് നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എന്നെ ആരെക്കാളും കൂടുതൽ നിനക്കറിയാവുന്നതല്ലേ? ട്രസ്റ്റ് മീ. ഫൈൻ, ബട്ട് വൺ റൂൾ. ഞാൻ സ്റ്റോപ്പ് പറഞ്ഞ അവിടെ സ്റ്റോപ്പ്, മനസ്സിലായോ? ഡീൽ. ടു ക്ലോസ്? അബി, നിനക്ക് എന്നെ ചെറുപ്പം തൊട്ടറിയാം. എനിക്ക് നിന്നെ. ഇതിലൊരു പുതുമയും ഇല്ല. എക്സെപ്റ്റ് നൗ ഇറ്റ്സ് ഒഫീഷ്യൽ. ആൻഡ് എനിക്ക് ഇനിയും നിന്നെ വേണ്ട എന്ന് അഭിനയിച്ച് ഫ്രണ്ട്ഷിപ്പ് ടാഗിൽ തൂങ്ങി കിടക്കാൻ വയ്യ. ഐ വാണ്ട് യു. ഞാൻ ചിലപ്പോ വീണ്ടും നിലവിളിച്ചാലോ? ആ നിലവിളിക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. കാരണം then I will know it's real. അതായത് ഒഫീഷ്യലായി നീ എന്റെ വൈഫായെന്ന്. അബി, ഞാൻ എങ്ങനെയാ താഴെ എത്തിയേ? വൃത്തിയുടെ തെണ്ടി, നീ എന്നെ എന്താ ചെയ്തത് ഇന്നലെ? ഞാൻ സ്റ്റോപ്പ് പറഞ്ഞിട്ടും നീ നിർത്തിയോടാ? അത് പിന്നെ ആ ഫ്ലോ അങ്ങ് പോവില്ലേ, അതാ ഞാൻ. മിണ്ടരുത്, പൊക്കോണം. ഒരു ഉമ്മ തന്നാ പോവാ. ഇതൊന്നും ഡെയിലിൽ ഇല്ലായിരുന്നല്ലോ. നിനക്ക് യുകെക്ക് പോവാൻ ഒരു കല്യാണം എന്നല്ലേടാ വേതാളമ്മ നീ എന്നോട് പറഞ്ഞേ? അടങ്ങി കിടക്ക് വേണേ. നിനക്ക് ഇങ്ങനെ ഒരു വശവും കൂടി ഉണ്ടെന്ന് ഞാൻ ഇന്നലെ അറിഞ്ഞു. സോ സ്വീറ്റ്, സോ ഹോട്ട്, ഐ ലൈക്ക് ഇറ്റ്.
എനിക്ക് ആദ്യം വേണ്ട, എനിക്ക് പഴയ വേദാളത്തെ മതി. സഹിച്ചോ മോളെ, ഇന്നലത്തെ നിന്റെ ആ സൈഡ് കൂടി കണ്ട സ്ഥിതിക്ക് ഇനി പഴയ ആദിയിലേക്കുള്ള തിരിച്ചുപോക്ക് കുറച്ച് പാടായിരിക്കും. വീട്ടണോ മാറും, എനിക്ക് പോണം. ഒരു ഉമ്മ തന്നാ വിടാം. എടാ കാവ പ്രാന്ത, നിനക്ക് ഇനിയും മതിയായില്ലേ? ഞാനെടുത്തോളാം. ആ ആദി, നെക്സ്റ്റ് മന്ത് അല്ലേ നിനക്ക് UK പോകണ്ടേ? അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കോ. പിന്നെ അന്നേരം കിടന്ന് ഓടാൻ നിൽക്കണ്ട. ആ അച്ഛാ, ഞാൻ നോക്കുന്നുണ്ട്. അബി, ഞാൻ പോകുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ? പിന്നെ നീ എത്രയും വേഗം പോവാൻ പ്രാർത്ഥിച്ചിരിക്കാനാണ് ഇവിടെ. ഇനി അധികം നാളൊന്നും നീ ഇവിടെ ഉണ്ടാവില്ലല്ലേ? അച്ഛൻ എന്താ ഞാൻ ഒരുമാതിരി ചാവാൻ പോകുന്ന പോലെയൊക്കെ പറയുന്നേ? ഞാൻ UK പോകുന്നേ. എന്തായാലും നിന്റെ കുറെ നാളത്തെ ആഗ്രഹമല്ലേ, ഇപ്പോ ഞങ്ങൾക്കും വിഷമമില്ല. കാരണം നിന്റെ കല്യാണം നടന്നു കണ്ടല്ലോ. ഇനി നിന്റെ ഈ ആഗ്രഹത്തിന് ഞങ്ങൾ തടസ്സം നിൽക്കില്ല, അല്ലേ മോളെ? നിന്റെ മുഖം എന്താ എങ്ങനെ ഇരിക്കുന്നേ? വയ്യേ? എനിക്കൊരു കുഴപ്പമില്ല. അതൊക്കെ വിട്, പോകുന്ന കാര്യം പറയും. നീ പോയാ ഇനി 2-3 വർഷം ആവുമല്ലേ ഇങ്ങോട്ട് തിരിച്ചു വരാൻ? ഞാൻ പോകുന്നില്ല. എന്താ ഞാൻ പോകുന്നില്ലെന്ന്? ഇടമാര വാഴേ, ടിക്കറ്റിന് എത്ര ക്യാഷ് ആയെന്ന് നിനക്കറിയോ? എന്നാ ചെപ്പക്കോ. ഓ, എത്ര ക്യാഷാണ് കളഞ്ഞത് ഇതിന് വേണ്ടി? അതൊക്കെ എനിക്കറിയാം. എന്നാലും ഇവളെ ഇട്ടിട്ട് ഞാൻ പോകുന്നില്ല. മര്യാദക്ക് പോക്കോ. അത്രയും സ്വപ്നം കണ്ടു കിട്ടിയ ജോബാ, വെറുതെ സെന്റി അടിച്ച് കുളമാക്കണ്ട. ഞാൻ പോകുന്നതിൽ നിനക്ക് വിഷമമൊന്നുമില്ലേ? നീ പോകുന്നതിൽ എനിക്ക് എന്തിനാ വിഷമം? ഇതൊക്കെ മാരേജിന് മുന്നേ പ്ലാനിലുള്ളതല്ലേ? ആണോ? എന്നാ എന്റെ മോൾ ഈ വീടിന്റെ മുക്കിലും മൂലയിലും നിന്ന് കരയുന്നത് ഞാൻ കണ്ടല്ലോ. അതെന്തിനാ? അത് സമ്മതിച്ച് താടി. ഞാൻ പോകുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. എന്തായാലും ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല. ഈ ജോബ് തന്നെ മാരേജിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഐഡിയ മാത്രമായിരുന്നു. ബട്ട് ഇങ്ങനൊരു മാരേജ് കഴിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. മാരേജ് കഴിഞ്ഞപ്പോ ഉള്ള ഈ ലൈഫ് അതിന്റെ തുടക്കത്തിൽ തന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. ഞാൻ പോകുന്നില്ല. ഇനി നീ പോണോന്ന് പറഞ്ഞാലും ഞങ്ങൾ വിടില്ല. കാരണം നിന്റെ ആവശ്യം UK-ക്കല്ല, ഇവിടെയാ. ദേ ഈ നിൽക്കുന്ന നിന്റെ അബിക്ക്. അതാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. ഓ, ഈ ചെറുക്കൻ. നീ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കടാ, ഒന്നും തോന്നുന്നില്ലേ? എന്ത് തോന്നാൻ? ഇവളാ പഴയ മാക്രി തന്നെ. ഉണ്ട കണ്ണും കുഞ്ഞു മൂക്കും. ഓ എടാ മരക്കഴുതേ, അവളുടെ കൂടെ നടന്നിട്ട് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ നീ ഒരു തന്താവാൻ പോകുന്നെന്ന്? അബിക്ക് വിശേഷം ഉണ്ട് മോനെ. നേരാണോ അബി? കാര്യങ്ങളെല്ലാം സെറ്റായ സ്ഥിതിക്ക് ഇനി ഞങ്ങളങ്ങ് സ്ക്രീനിൽ നിന്ന് ഒഴിഞ്ഞു നിന്നേക്കാം. അബി, നീ എന്താ പറയാതിരുന്നേ? അത് പിന്നെ പോവാൻ വീർപ്പോട്ട് നിൽക്കുന്ന ഒരാളോട് ഞാൻ എന്ത് പറയാനാ? എങ്കിലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ല ഫ്യൂച്ചറിൽ നീ ആയിരിക്കും എനിക്ക് എന്റെ കുഞ്ഞാദ്യെ തരുകയെന്ന്. എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? വേണ്ട. നിനക്കറിയോ, ഇപ്പൊ ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ള ആള് അത് ഞാനാ.
എന്നാലും എന്റെ അബി, നീ എങ്ങനെ ഇത് ഒപ്പിച്ചു? ഏതൊപ്പിച്ചു? ഈ കുഞ്ഞാദിയെ. വേണ്ട. ഇങ്ങ് വാടി പെണ്ണേ.